Hello, good evening. Good evening. Water quality. Layer ചെയ്തിട്ടുണ്ടായി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇത് നാല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതല്ലേ ANN ഡയമണ്ട് ഐറിസ് അതേപോലെ തന്നെ വൈൻ പ്രോബ്ലം. അതെ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് CNN ഡിസ്കസ് ചെയ്യാം. ഇതൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. CNN പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ CNN കുറിച്ചായിരുന്നു പറഞ്ഞത്. എന്തായിരുന്നു CNN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ഫോം എന്തായിരുന്നു CNN-ന്റെ? എന്തായിരുന്നു? Convolutional neuron network. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ഇത് CNN എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഡീപ് ലേണിംഗ് അൽഗോരിതം ആണ്. മെയിൻലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്താ? വിഷ്വൽ ഡാറ്റേനെ അനലൈസ് ചെയ്യുക, അതേപോലെ ഇമേജസ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, CNN യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. അതിന് ഒബ്ജക്ട് ഡിറ്റക്ഷൻ അതേപോലെ തന്നെ ഫേഷ്യൽ റെക്കഗ്നേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി CNN യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? CNN ആണ്. അതിലുള്ള ടേംസ് നമുക്കത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫാഷൻ എംനെസ് എന്ന് പറയുന്ന ഡാറ്റയാണ്. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ടെൻസർഫ്ലോ കീരാസിന്റെ ഡാറ്റാ സെറ്റിലുള്ള ഒരു ഡാറ്റ സെറ്റ്സിന്റെ ഒരു മൊഡ്യൂളിലുള്ളതാണ് ഇത് ഫാഷൻ എംനെസ് എന്ന് പറയുന്നത്. സോ ഒരു സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഫാഷൻ എംനെസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് 70,000 ഇമേജസ് ഉണ്ട്. അതായത് ഫാഷൻ പ്രൊഡക്ട്സിന്റെ പല പ്രൊഡക്ട്സ് ആവാം, ചിലപ്പോൾ ഡ്രസ് ആവാം, ഷൂ ആവാം, ബനിയൻ ആവാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സിന്റെ ഒരു 70,000 ഇമേജസ് ഉള്ള ഒരു ഡാറ്റാ സെറ്റ് ആണ് ഈ ഫാഷൻ എംനെസ്റ്റ് എന്ന് പറയുന്നത്. 70,000 എന്ന് പറയുമ്പോൾ 17 അല്ല, 70. ഓക്കെ, 70,000 ആണ് ഇമേജസ് വരുന്നത് അവിടെ. കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം അല്ലെങ്കിൽ ആ ഒരു മോഡൽ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡാറ്റേനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എംനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഡാറ്റാ സെറ്റ് ആണ് എംനിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിലെങ്ങനെ ഇമേജസ് വരുന്നത് വെച്ചാൽ 28x28 പിക്സൽ ഗ്രേ സ്കെയിൽ ഇമേജസ് ആണുള്ളത്. സോ കളേർഡ് പിക്ചേഴ്സ് അല്ല. സോ എന്താണ് 28x28 ഗ്രേ സ്കെയിൽ ഇമേജസ് ആണുള്ളത്. 28x28 എന്ന് പറയുന്നത് പിക്സൽ കൗണ്ട് ആണ് കേട്ടോ. സോ ഓരോ ഇമേജിലും ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് പോർഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, പിക്സൽസ് എന്ന് പറയുക. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രേ സ്കെയിൽ പിക്സൽസ് അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ ഇമേജസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സെലാൻഡോ എന്ന് പറയും. സോ അതിനെ 10 ഡിസ്റ്റിങ് ഫാഷൻ ഐറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ 10 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ടീഷർട്ട്, ടോപ്സ്, ട്രൗസേഴ്സ്, സ്നീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റ് ആണ്. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്? 60,000 ട്രെയിനിങ് എക്സാമ്പിൾസ് ആയിട്ടും 10,000 ടെസ്റ്റിംഗ് എക്സാമ്പിൾസ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഇമേജ് ക്ലാസിഫിക്കേഷൻ ടാസ്കിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വാലിഡേഷൻ അൽഗോരിതംസിനും നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു ഡാറ്റാ സെറ്റിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത് അതിന്റെ ടോട്ടൽ ഇമേജ് കൗണ്ട് ആണ്. 70,000 ഗ്രേ സ്കെയിൽ ഇമേജസ് ഉണ്ട്.
ദെൻ ആ സ്പ്ലിറ്റിംഗ് വരുന്നത് 60,000 ട്രെയിനിങ്ങിനും 10,000 ടെസ്റ്റിങ്ങിനാണുള്ളത്. ദെൻ ഇമേജ് ഫോമാറ്റ് എന്ന് പറയുന്നത് 28x28 ഗ്രേ സ്കെയിൽ പിക്സൽസ് ഉള്ള ഗ്രേ സ്കെയിൽ ഇമേജസ് ആണുള്ളത്. ദെൻ കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ 10 ഡിസ്റ്റിങ് ഫാഷൻ പ്രൊഡക്ട്സിന്റെ ക്ലാസ്സസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഓരോ ക്ലാസിന്റെ ലേബിൾസ് എന്ന് പറയുമ്പോൾ ടീഷർട്ട് അല്ലെങ്കിൽ ടോപ്പ്, ദെൻ ട്രൗസേഴ്സ്, പുലോവർ, ഡ്രസ്, കോട്ട്, സാൻഡൽ, ഷർട്ട്, സ്നീക്കേഴ്സ്, ബാഗ് ആൻഡ് ആംഗിൾ ബൂട്ട് എന്ന് പറയും. സോ ഈ ഒരു 10 കാറ്റഗറീസ് ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എംനിസ്റ്റ് ഡാറ്റ സെറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് മോഡൽ അൽഗോരിതംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇമേജസ് ഒക്കെ സോഴ്സ് ചെയ്തിരിക്കുന്നത് സെലാൻഡോസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഡാറ്റയിൽ നിന്നാണ് കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും സെലാൻഡോസ് എന്താണെന്നും അതിലത്തെ ഡാറ്റ എന്താണെന്നൊക്കെ കേട്ടോ. സോ ഈ ഒരു ഡാറ്റയാണ് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ട്സ് ഒക്കെ ആദ്യം ചെയ്യാം. സോ ഫസ്റ്റ് ഫയൽ നെയിം കൊടുക്കണം അല്ലേ. സോ ഫാഷൻ എംനിസ്റ്റ്. ഓക്കെ. സോ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ്ലി ഡാറ്റ സെറ്റ് വേറെ ഡൗൺലോഡ് ചെയ്യുന്നൊന്നുമില്ല. ബിക്കോസ് അത്രയും ഇമേജസ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഡാറ്റ സെറ്റ്സ് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ബൈ ഡിഫോൾട്ട് കിരാസിലുള്ള ആ ഒരു ഡാറ്റ സെറ്റിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് പാണ്ടാസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇമ്പോർട്ട് ചെയ്യാം വിഷ്വലൈസേഷന് വേണ്ടിയിട്ട്. ഇമ്പോർട്ട് matplotlib dot pyplot as plt കൊടുക്കുക. ദെൻ അതേപോലെ നെക്സ്റ്റ് വേണ്ടത് ടെൻസർ ഫ്ലോ വേണം. സോ ഇമ്പോർട്ട് ടെൻസർ ഫ്ലോ ആസ് tf കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്ന ഡാറ്റ സെറ്റ് വേണം. അതേപോലെ സീക്വൻഷ്യൽ, ടെൻസ്, ലെയേഴ്സ് കാര്യങ്ങളൊക്കെ വേണം. ഒപ്റ്റിമൈസർ വേണം, ലോസസ് വേണം. ഓക്കെ. സോ അതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് കൊടുക്കുക, ഡാറ്റ സെറ്റ്സ് കൊടുക്കുക. അതിൽ നിന്ന് ഇമ്പോർട്ട് ഫാഷൻ എംനെസ്റ്റ് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റിൽ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, സീക്വൻഷ്യൽ കൊടുക്കുക. സീക്വൻഷ്യൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ടെൻസർഫ്ലോന്ന് കീരാസിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സീക്വൻഷ്യൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ഫാഷൻ എംനിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ലെയേഴ്സ് വേണം അല്ലേ. സോ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് ലെയേഴ്സ് കൊടുക്കുക. ഇമ്പോർട്ട് ഫ്ലാറ്റൻ ചെയ്യാനുണ്ട്. ഫ്ലാറ്റൻ കോമ ഡെൻസ് കോമ. ഇതിപ്പോൾ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് കൺവല്യൂഷൻ്റെ ലെയർ വേണ്ട. സോ CONV 2D കൊടുക്കുന്നുണ്ട്, 2 ഡയമെൻഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ മാക്സ് പൂൾ, ഓക്കെ, മാക്സ് പൂളിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞുതരാം. ദെൻ നമ്മൾ നേരത്തെ കൊടുത്ത ഡ്രോപ്പ് ഔട്ട് വേണം നമുക്ക്. ദെൻ നെക്സ്റ്റ് ലെയർ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിമൈസേഴ്സ്. അതിന് വേണ്ടിയിട്ട് ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് ഒപ്റ്റിമൈസേഴ്സ് ഇമ്പോർട്ട് ആഡം കൊടുക്കുക. ഇത് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, നമുക്ക് ലോസസ് വേണം അല്ലേ. സോ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് ലോസസ് കൊടുക്കുക. ഇമ്പോർട്ട് സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി. ഓക്കെ, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ആ ഒരു ലോസ് ഫംഗ്ഷനാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ റൺ ചെയ്യാം. ദെൻ ഇച്ചിരി ടൈം എടുക്കും. ദെൻ അതിനുശേഷം നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കൊടുത്താൽ മതി, എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റ്, അതേപോലെ വൈ ട്രെയിൻ വൈ ടെസ്റ്റ്.
അത് കൊടുത്തിട്ട് ഫാഷനിസ്റ്റിൻ്റെ ഡാറ്റ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലോട്ട് ലോഡ് ചെയ്യാൻ പറ്റും. സോ എന്നിട്ട് ഞാൻ ഷേപ്പ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ലോഡിങ് കംപ്ലീറ്റ് ആയാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയോ ഇമ്പോർട്ടൻ്റ് വന്നിട്ട് ഫസ്റ്റ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പിയിലാണ് എറർ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ലോഗോ കേസ് ആണ് തോന്നുന്നു. ഓക്കെ, സോ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കുന്നത്. എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോമ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈക്വൽസ് കൊടുക്കുക ഫാഷൻ അണ്ടർസ്കോർ nest ഡോട്ട് ലോഡ് അണ്ടർസ്കോർ ഡാറ്റ കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക എക്സ്ട്രെയിൻ്റെ ഷേപ്പ് നോക്കുക. എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ബിക്കോസ് അത്രയും ഇമേജസ് ഇല്ലേ. സോ അതിൻ്റെതായ കുറച്ച് ടൈം എടുക്കും. അതാണ് ഇമേജസ് വലിയ വലിയ ഫയൽസ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. ഇനിയിപ്പോൾ നമ്മളിത് മാനുവലി ചെയ്യുവാണ്, ഒരു ഫേസ് റെക്കഗ്നേഷൻ നമുക്ക് മാനുവലി ചെയ്യണമെങ്കിൽ, ഇപ്പം നമ്മളൊരു യൂസറായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു ഡെമോ പിക്ചേഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും, അത്രയും. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60,000 ഇതിൽ എക്സ്ട്രെയിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു 60,000 ട്രെയിനിങ്ങിനും അതേപോലെ 10,000 ടെസ്റ്റിങ്ങിനാന്ന് പറഞ്ഞിരുന്നു. 28x28 എന്ന് പറയുന്ന ഒരു പിക്സൽ റേഞ്ചാണ് വരുന്നത്. then നമുക്ക് എക്സ് ടെസ്റ്റിനും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എക്സ് ടെസ്റ്റ് ഡോട്ട് ഇത് കൊടുക്കുക, ഷേപ്പ് കൊടുത്ത് നോക്കുക, ദെൻ റൺ ചെയ്യാം. 10,000 ടെസ്റ്റിങ്ങിനും അതേപോലെ 60,000 ട്രെയിനിങ്ങിനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 0th ഇൻഡെക്സിലുള്ള എക്സ്ട്രെയിനിൽ ഒരു വാല്യൂൻ്റെ ഷേപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്ത് കൊടുക്കുക, എക്സ്ട്രെയിൻ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 0 കൊടുക്കുക, ഡോട്ട് ഷേപ്പ് കൊടുക്കുക. ഓക്കെ, ദെൻ റൺ ചെയ്യാം. സോ 28,28 ആണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ നമുക്ക് ക്ലാസ്സസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽസ് കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0 കീ വാല്യൂ പെയറായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. 0 എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കോമ്പിനേഷൻ ഡാറ്റ സെറ്റിന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. 0 എന്ന് പറയുന്നത് ടീ-ഷർട്ട് /ടോപ്പ് ആക്കുന്നുണ്ട്, കോമ നെക്സ്റ്റ് ലൈനിൽ 1 കോളൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കണം, സ്പേസ് സിംഗിൾ കോട്ട്സിൽ ട്രൗസർ കൊടുക്കുക. അതേപോലെ നെക്സ്റ്റ് ലൈനിൽ സെക്കൻഡ് നമ്പർ കോളൻ സ്പേസ് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, ഫുൾ ഓവേഴ്സ് കൊടുക്കുക, ഫുൾ ഓവർ കോമ നെക്സ്റ്റ് ലൈനിൽ 3 കോളൻ ഇത് കൊടുക്കുക, ഡ്രസ് കൊടുക്കുന്നുണ്ട്, കോമ 4 കോളൻ കോട്ട് കൊടുക്കുന്നുണ്ട്, 5 കോളൻ സാൻഡൽ കൊടുക്കുന്നുണ്ട്, കോമ 6 കോളൻ ഷർട്ട് കൊടുക്കുന്നുണ്ട്, 7 കോളൻ ഇത് കൊടുക്കുക, സ്നീക്കേഴ്സ് കൊടുക്കുന്നുണ്ട്, സ്നീക്കർ കോമ 8 കോളൻ ബാഗ് കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് 1 10 പറഞ്ഞത് സിംഗിൾ കോട്ട്സിൽ ആംഗിൾ ബൂട്ട്. ഇതാണ് നമ്മൾ 10 ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്ത് വിഷ്വലൈസേഷൻ ഒന്ന് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് മാച്ചോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
PLP ഡോട്ട് മാറ്റ് ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മാറ്റ് ഷോന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് അണ്ടർസ്കോർ ട്രെയിൻ, then അതിൻ്റെ ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്തു സ്ക്വയർ ബ്രാക്കറ്റ് ലാസ്റ്റത്തെ 5 എന്തായിരിക്കും 1 2 3 4 4 9 എന്നാൽ ലാസ്റ്റ് ഇൻഡെക്സ് വെച്ച് ഞങ്ങളുള്ളതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ബ്രാക്കറ്റ് ക്ലോസിങ് എൻഡിൽ അല്ലെങ്കിൽ ക്ലോസ് ചെക്ക് ചെയ്ത് നോക്കണേ. ദെൻ എന്ത് ചെയ്യുക, റൺ ചെയ്ത് നോക്കുക. നമുക്ക് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പിക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഇൻഡെക്സ് പൊസിഷൻസ് മാറ്റി നോക്കിയാൽ 5 എന്നതിന് പകരം 4 കൊടുത്ത് നോക്കുക, റൺ ചെയ്ത് നോക്കുക. സോ അതിനും കറസ്പോണ്ടിങ് സ്പെസിഫിക് പിക്ചർ ആയിരിക്കും വന്നത്. അപ്പോൾ ഷൂ ആണെന്ന് തോന്നുന്നു, സ്നീക്കറാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഓരോ പൊസിഷനിലും 0 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഇത് ബാഗാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ ഇമേജസിൻ്റെയും നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും കേട്ടോ. അത്ര പെർഫെക്റ്റ് പിക്ചർ അല്ല, ബട്ട് സ്റ്റിൽ നമുക്കത് യൂസ് ചെയ്യാമെന്ന് മാത്രം. പിക്സൽ ക്വാളിറ്റി വളരെ കുറവാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 59999 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ലാസ്റ്റ് വൺ എന്താണ് വാല്യൂ വരുന്നത് അറിയാൻ. ഇതിപ്പോൾ സാൻഡലാണ്. സോ നമുക്ക് ഇനി ഇതിൻ്റെ എന്ത് ചെയ്യാം, വൈറ്റ് ട്രെയിനിൻ്റെയും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇത് സാൻഡൽ തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. സോ എന്ത് കൊടുത്ത് നോക്കുക, ക്ലാസസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, വൈറ്റ് ട്രെയിൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു നമ്പർ തന്നെ കൊടുക്കുക, 5 1 2 3 4. ഓക്കെ, 4 9 പോലെ ചെയ്യുക, റൺ ചെയ്യുക. സാൻഡലാണ് അത് വരുന്നത്. ഇതേപോലെ എന്താണ് ഷർട്ടായിരുന്നു അത്. അങ്ങനെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. സോ ഇവിടെ നമ്മളെടുത്തത് സാൻഡൽ ആയിരുന്നു. സോ ആ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ട്രെയിൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയത്. ഇനി CNN നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനത് ടെക്സ്റ്റ് ടൈപ്പ് ആക്കുന്നുണ്ട്. then എന്ത് ചെയ്യുക, നമുക്ക് CNN നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. CNN നെറ്റ്വർക്ക് ഇവിടെ നമ്മൾ 4 ഡയമെൻഷൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഒരെണ്ണം ഗ്രേ സ്കെയിലും ബാക്കി 3 RGB ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ലൈക്ക് ഇവിടെ നമ്മൾ സിംഗിൾ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, സിംഗിൾ ചാനൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് 1 ആയിട്ട്. ബട്ട് RGB ഇമേജ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 3 യൂസ് ചെയ്യാം ചാനൽസ്. ഓക്കെ, അതെന്താന്ന് കാണിച്ചു തരാം. 4 എന്ത് കൊടുക്കുക, ഡയമെൻഷൻസ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ബാച്ച് അണ്ടർസ്കോർ സൈസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ റോസ്, then columns, then channels. ഈ ചാനൽസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ ഇവിടെ ചാനൽസ് നോർമലി ഗ്രേ സ്കെയിൽ ആണെങ്കിൽ 1 ആണ് കൊടുക്കുക. അതല്ല RGB പിക്ചറാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും, 3 ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അത് 3 ചാനൽസ് ഉണ്ടാവും. ഇപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതായത് ഫസ്റ്റ് വൺ സിംഗിൾ ചാനൽ മീൻ ചെയ്യുന്നത് എന്താ, ഞാൻ നെക്സ്റ്റ് ലൈനിലേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, സിംഗിൾ ചാനൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ വാല്യൂ ആണുള്ളത് 1 അല്ലേ. അത് മീൻ ചെയ്യുന്നത് അതൊരു ഗ്രേ സ്കെയിൽ ഇമേജ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ അതൊരു RGB ഇമേജ് ആണ്. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ചാനൽസിൻ്റെ ആ ഒരു ചേഞ്ചസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ച് സൈസും റോസും കോളംസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചാനൽസ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എക്സ്ട്രെയിനും എക്സ്റ്റെസ്റ്റ് ഒക്കെ റെഡി ആക്കുവാണ് കേട്ടോ. ഫസ്റ്റ് എന്ത് കൊടുക്കാം, എക്സ്ട്രെയിൻ കൊടുക്കാം. നേരത്തെ നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാം കേട്ടോ. എക്സ്ട്രെയിൻ ഈക്വൽസ് എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ്, ഷേപ്പ് അല്ല റീഷേപ്പ്.
റീഷേപ്പ് ആണ് ചെയ്യുന്നത്. സോ എക്സ്ട്രീം ഡോട്ട് റീഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സും കൂടി കൊടുക്കുക. അതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രീം ഡോട്ട് ഷേപ്പ്, കറൻ്റ്ലി ഉള്ള എക്സ്ട്രീമിൻ്റെ ഷേപ്പ്, എക്സ്ട്രീം ഡോട്ട് ഷേപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുന്നുണ്ട്, കോമ നെക്സ്റ്റ് എന്ത് കൊടുക്കുക, സെയിം വേ എക്സ്ട്രീം ഡോട്ട് ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റിൽ 1 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോമ എക്സ്ട്രീം ഡോട്ട് ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 2 കൊടുക്കുന്നുണ്ട്, കോമ 1 കൊടുക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് നമ്മളിതിൽ കൊടുക്കുന്നത്, ഫസ്റ്റ് ബാച്ച് സൈസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ റോസ്, കോളംസ്, ചാനൽസ്, അതാണ് ഈ കൊടുത്തത് കേട്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കുന്നുണ്ട്, ഓക്കെ എക്സ്ട്രെയിനിൽ നമ്മളിപ്പോൾ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് റീഷേപ്പിൽ അപ്പോൾ എന്ത് വാല്യൂ വരും, 60,000 വരും. അതേപോലെ ഷേപ്പ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 28, ഇതിന് നമുക്ക് വേറെ രീതിക്കും കൊടുക്കാം കേട്ടോ. ഞാൻ അവർക്ക് കൊടുക്കാം, മുകളിൽ കമൻറ്റ് ചെയ്തിട്ടിടാം. ഇവിടെ നമ്മൾ ഫോളോ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ബാച്ച് സൈസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ, ഫസ്റ്റ് ബാച്ച് സൈസ് ആണ്, ഇവിടെ ബ്രാക്കറ്റും കൂടി കൊടുക്കാം. ഓക്കെ ഫസ്റ്റ് വൺ നമ്മൾ കൊടുത്തത് ബാച്ച് സൈസ് ആണ്. അതേപോലെ റോസ്, കോളംസ്, ദെൻ നെക്സ്റ്റ് എന്ത് വരും, ചാനൽസ് വരും. ഓക്കെ ബാച്ച് സൈസ്, റോസ്, കോളംസ്, ചാനൽസ്, ഈ 4 വാല്യൂസ് ആണ് നമ്മൾ അവിടെ ബ്രാക്കറ്റിൽ പാസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് കാണിച്ചു തരാം. കമൻറ്റ് ചെയ്തിടുന്നുണ്ട്, എക്സ്ട്രീം ഈക്വൽസ് എന്ന് കൊടുക്കുക, എക്സ്ട്രീം ഡോട്ട് റീഷേപ്പ് കൊടുക്കുക. സെയിം ഫങ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ, കൊടുക്കുന്ന വാല്യൂസിന് ഡിഫറൻസ് കൊടുക്കുന്നുള്ളൂ. റീഷേപ്പിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സും കൂടി കൊടുക്കുക. ഫസ്റ്റ് നമ്മുടെ ടോട്ടൽ എത്ര ഉണ്ടെന്നുള്ളത് കൊടുക്കുക, 60,000, ദെൻ നമ്മുടെ നെക്സ്റ്റ് 28,28 കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ചാനൽ സൈസ്, ചാനൽ എന്ന് പറയുന്നത് 1 സിംഗിൾ ചാനലാണ്, സോ 1 കൊടുക്കുന്നുണ്ട്. ഈ സെയിം സംഭവം തന്നെ നമ്മൾ എന്താണ് ഒരു എക്സ്ട്രെയിൻ യൂസ് ചെയ്തിട്ട് കൊടുത്തതാണ് ആ മുകളിൽ. ഓക്കെ എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഷേപ്പാണ് നമ്മളവിടെ പാസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സോ അതിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, എക്സ് ടെസ്റ്റും കൂടി ഇതേപോലെ കൊടുക്കാം. എക്സ് ടെസ്റ്റ് ഈക്വൽസ് എക്സ് ടെസ്റ്റ് ഡോട്ട് റീഷേപ്പ് കൊടുക്കുക, എക്സ് ടെസ്റ്റ് ഡോട്ട് റീഷേപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സും കൂടെ കൊടുക്കുക. ദെൻ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുക. ദെൻ അതിന് ശേഷം കോമ എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 1 കൊടുക്കുക. അതേപോലെ നേരത്തെ കൊടുത്തതിൻ്റെ സെയിം തന്നെ, എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 2 കൊടുക്കും. ഓക്കെ സോ ഇത് കൊടുത്തിട്ടുണ്ട്. ദെൻ കോമ 1 എത്ര ചാനൽസ് ഉണ്ടെന്നുള്ള കൗണ്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നേരത്തെ കൊടുത്ത പോലെ തന്നെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു സെയിം ക്വറി തന്നെയാണ് ഇവിടെയും വരുന്നത്. എക്സ്ട്രെയിന് പകരം ഇവിടെ വരിക എക്സ് ടെസ്റ്റ് ആണ്. എക്സ് ടെസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ട്രെയിനിന് പകരം ടെസ്റ്റ് ആക്കുന്നുണ്ട്, ടെസ്റ്റ് ഇവിടെയും എന്താവും, ടെസ്റ്റ് ആവും. ദെൻ റീഷേപ്പിൽ എക്സ് ടെസ്റ്റിൽ എന്താണ് 10,000 ഉണ്ടാവുള്ളൂ. ഓക്കെ സോ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. എക്സ് ടെസ്റ്റിൽ 10,000 എക്സ്ട്രെയിനിൽ എന്താണ് 60,000 ആയിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രെയിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കാം. സോ എക്സ് അണ്ടർസ്കോർ ട്രെയിൻ ഡോട്ട് ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, റൺ ചെയ്യാം. സോ കണ്ടോ ഷേപ്പ് കറക്റ്റ് ആണ്, 60,000, 28, 1 ഇതിനെയാണ് നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. ദെൻ അവിടെ ഗ്രേ സ്കെയിലും കൂടി നമ്മൾ ആഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, റീഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും മോഡൽ ക്രിയേറ്റ് ചെയ്യാം.
മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, സീക്വൻഷ്യൽ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ നമ്മൾ കൺവല്യൂഷൻ ലെയർ ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ CONV 2D, CONV 2D. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, നമ്മൾ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് 2ൻ്റെ പവർ ആയിട്ടാണ് നമ്മൾ ഫിൽറ്റർ കൗണ്ട് കൊടുക്കുക. സോ ഞാനതൊരു 32 കൊടുത്തിട്ടുണ്ട്. കോമ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സോറി ബ്രാക്കറ്റ്സ് അല്ല, റൗണ്ട് ബ്രാക്കറ്റ്സിൽ 3/3 മെട്രിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഫിൽറ്ററിങ്. സോ അതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. കോമ ഇൻപുട്ട് ഷേപ്പ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും ഫസ്റ്റത്തെ നമ്പേഴ്സ് ഒഴിച്ച് ബാക്കി നോക്കാം. അതായത് 28,1 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അത് അങ്ങ് കൊടുക്കാം. 28,1 കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്ട്രൈഡ്സ് കൊടുക്കുന്നുണ്ട്. സ്ട്രൈഡ്സ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, 2/2 ആണ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ തന്നെ പാഡിങ് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പാഡിങ് ഈക്വൽസ് 2 അല്ല, സെയിം കൊടുക്കുന്നുണ്ട്. സെയിം പാഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ റിലു കൊടുക്കുന്നുണ്ട്. ദെൻ ഇതാണ് പാഡിങ് വാലിഡ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാഡിങ്ങിന് മീനിങ് ഒന്നും വരില്ല കേട്ടോ. പാഡിങ്ങിൻ്റെ വാല്യൂ വാലിഡ് എന്നും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ബട്ട് അത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ. ദെൻ നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുത്തു, റെലു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യാം. സോ നമ്മളിവിടെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, മാക്സ് കൂളിംഗ് കൊടുക്കാം. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മാക്സ് കൂളിംഗ് 2D. ഓക്കെ, മാക്സ് കൂളിംഗ് 2D ആണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം മാക്സ് കൂളിങ്ങിൻ്റെ 2D മാക്സ് കൂളിങ്ങിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, പൂൾ സൈസ് കൊടുക്കുക. പൂൾ അണ്ടർസ്കോർ സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 2,2 കൊടുക്കുക. ഓക്കെ, സോ മാക്സ് കൂളിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഡ്രോപ്പ് ഔട്ട് കൊടുക്കാം. അതായത് എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡ്രോപ്പ് ഔട്ട് കൊടുക്കുക. ഡ്രോപ്പ് ഔട്ടിൻ്റെ D അപ്പർ കേസ് ആണ്. ഡ്രോപ്പ് ഔട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.5 കൊടുക്കുക. സോ ആ ഒരു ലെയർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് അടുത്തത് കൺവല്യൂഷൻ ലെയർ തന്നെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സോ എന്ത് ചെയ്യുന്നുണ്ട്, മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, CONV 2D കൺവല്യൂഷൻ 2D. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഫിൽറ്റർ സൈസ് ഒരു കൗണ്ട് കൊടുക്കുക. ദെൻ എത്ര റേഷ്യോയിലാണ് വേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3/3 ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം കോമ ഇൻപുട്ട് ഷേപ്പ് കൊടുക്കണം. സോ ഇൻപുട്ട് ഷേപ്പ് അവിടെയല്ല, ഫസ്റ്റ് ലെയറിൽ കൊടുത്താൽ മതി ഇൻപുട്ട് ഷേപ്പ്. ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, റിലു കൊടുക്കുക. ദെൻ സെയിം വേ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. സോ 2 കൺവല്യൂഷൻ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഫ്ലാറ്റൻ ചെയ്യാം. മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റൻ കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, മോഡൽ ഡോട്ട് നമ്മൾ നോർമൽ ലെയർ ആഡ് ചെയ്യാം. ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡെൻസ് കൊടുക്കാം.
ഡെൻസ്, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 32 കോമ ആക്ടിവേഷൻ ഈക്വൽസ് സിംഗിൾ കോഡ്സിൽ റെല് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമ്മുടെ ലാസ്റ്റ് ലെയർ ആണ് കേട്ടോ. നമ്മൾ 10 നമ്മുടെ ടാർജറ്റ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ 10 ടൈപ്പാണ് അതിൽ വരിക. സോ നമ്മുടെ ടാർജറ്റ് കോളത്തിൽ ലാസ്റ്റ് ലെയറിൽ നമ്മൾ എന്ത് കൊടുക്കും? 10 ആയിരിക്കും കേട്ടോ ഈ ഒരു എന്താ പറയുക ഡെൻസ് കൊടുക്കുന്നത്. ന്യൂറോൺസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 10 ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? ഡെൻസ് കൊടുക്കുക. അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് 10 കോമ ആക്ടിവേഷൻ കൊടുക്കുക. ആക്ടിവേഷൻ ഈക്വൽസ് ലാസ്റ്റ് ലെയറിൽ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? സോഫ്റ്റ് മാക്സ് ആണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക കേട്ടോ. സോ സോഫ്റ്റ് മാക്സ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ആ ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി അത് റൺ ചെയ്യാം. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ഇൻപുട്ട് ഷേപ്പിൻ്റെ അവിടെ ഈക്വൽസ് ഇട്ടാൻ മറന്നു പോയിട്ടുണ്ട്. ഈക്വൽസ് ഇടാൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. എന്താണ് അത്രയും പോർഷൻ റണ്ണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുമ്പേ ചെയ്ത പോലെ മോഡൽ ഡോട്ട് കമ്പൈൽ കൊടുക്കാം കേട്ടോ. കൊടുക്കാം മോഡൽ ഡോട്ട് കമ്പൈൽ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലോസ് ഫംഗ്ഷൻ ലോസ് ഈക്വൽസ് സിംഗിൾ കോഡ്സിൽ നമ്മൾ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണ് കേട്ടോ കൊടുക്കുന്നത്. സോ സ്പാർസ് സ്പെല്ലിംഗ് കറക്റ്റ് അറിയാൻ നോക്കാം കേട്ടോ. സ്പാർസ് categorical cross entropy. Okay, class sparse categorical cross entropy കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ ഒപ്റ്റിമൈസർ ആഡ് ചെയ്യുക. ഒപ്റ്റിമൈസർ ഈക്വൽസ് ആഡം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. കോമ മെട്രിക്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ ആക്യുറസി കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്കത് കമ്പയർ ചെയ്തിട്ട് ട്രെയിനിങ് ഹിസ്റ്ററി എടുക്കാം. ഇത് റൺ ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഹിസ്റ്ററി എടുക്കുക. ഈക്വൽസ് എന്ത് കൊടുക്കുക? മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കോമ ഇത് കൊടുക്കുക. ബാച്ച് സൈസ് കൊടുക്കുന്നുണ്ട്. ബാച്ച് സൈസ് ഈക്വൽസ് 1000 കൊടുക്കുന്നുണ്ട് കേട്ടോ. കോമ ഇപ്പോക്സ് ഈക്വൽസ് ഒരു 10 കൊടുക്കുന്നുണ്ട്. കുറവാണ് കേട്ടോ, 10 കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ വാലിഡേഷൻ കൊടുക്കുന്നുണ്ട്. വാലിഡേഷൻ ഡാറ്റ ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ റൺ ചെയ്യാം. 10 എപ്പോക്സിൽ അത് റൺ ചെയ്ത് കാണാൻ പറ്റും. ദെൻ ലോസ് എത്രത്തോളം ഉണ്ട്, അതേപോലെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. ആക്യുറസി വളരെ കുറവാണ് അല്ലേ? വാലിഡേഷൻ ആക്യുറസിയും 0.5 ഒക്കെ ഉള്ളൂ. ആക്യുറസി സെക്കൻഡ് എപ്പോക്ക് എത്തിയപ്പോഴും 0.6 ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ലാസ്റ്റ് ലെയറിൽ എത്രയായിരിക്കും വരുന്നതെന്നുള്ളത്. 7 ആയിട്ടുണ്ട്. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ആക്യുറസി വന്നിട്ടുണ്ട്. ബട്ട് ആക്യുറസിൻ്റെ അത്ര തന്നെ ലോസും കാണിക്കുന്നുണ്ട് തോന്നുന്നു. കുറഞ്ഞിട്ടുണ്ട് ലോസ്. ആണെങ്കിൽ എപ്പോക്സ് ഒന്നും കൂടി ഇച്ചിരി കൂട്ടി കൊടുക്കണേന്ന് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഫൈനലൈസ് ചെയ്താൽ മതി. നമുക്ക് ലോസ് ഏറ്റവും കൂടുതൽ കുറയ്ക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ചെയ്യുന്നത്. ലോസ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ആക്യുറസി കൂട്ടുക, അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഒരു മോഡലിന് തന്നെ ഏറ്റവും വലിയ പർപ്പസ് അത് തന്നെയാണ്. സോ ലോസ് കുറച്ചിട്ട് ആക്യുറസി ഏറ്റവും കൂട്ടുക.
അക്യുറസി ഇപ്പോൾ അറൗണ്ട് 8 എത്തിയിട്ടുണ്ട്. ലോസ് 5 ആണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം 0.5 ആണ്. ഓക്കെ, സോ 10 എപ്പോക്സിൽ ആക്യുറസി 0.8ഉം അതേപോലെ തന്നെ എന്താണ് ലോസ് എന്ന് പറയുന്നത് 0.4 എന്നുള്ള രീതിക്കാണ് കാണിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ദെൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ എപ്പോക്സ് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുത്ത് നോക്കാം കേട്ടോ. 10 എന്നുള്ളത് നമുക്കൊന്ന് 15 ആക്കിയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 15 അല്ലെങ്കിൽ 13 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ എന്നിട്ട് അതിന്റെ വിഷ്വലൈസേഷൻ ചെയ്യാം കേട്ടോ. ഇമേജസ് ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്, അല്ലെങ്കിൽ ഇത്ര ഡിലേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആക്യുറസി കുറച്ചും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. VT3 ആയിട്ടുണ്ട്. VT4 ആയിട്ടുണ്ട്. ഓക്കെ, 85 അറൗണ്ട് ആവുന്നുണ്ട് നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ എപ്പോക്സ് എത്തുമ്പോഴും ആ ആക്യുറസി ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ 85 വന്നിട്ടുണ്ട്. 12th എപ്പോക്സ് ആണ്. കൂടുകയോ കുറയോ എന്നുള്ളത് നമുക്ക് നോക്കാം. 86 വരെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എപ്പോക്സ് ഇച്ചിരി കൂട്ടിയിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ മോഡലിൻ്റെ ആക്യുറസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 13 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അറൗണ്ട് 86 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 50-70 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് ഉള്ളൊരു മോഡൽ കിട്ടും. അതായത് ആക്യുറസി ഏറ്റവും കൂടിയ രീതിയിൽ നമുക്ക് കിട്ടും. ഒരു 18 കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുമാതിരി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ലോസ് കുറയുന്നുണ്ടോയെന്നും അതേപോലെ ആക്യുറസി ഇൻക്രിമെൻ്റ് ആവുന്നുണ്ടോയെന്നും മസ്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഹിസ്റ്റ് ഈക്വൽസ് ട്രെയിൻഡ് അണ്ടർസ്കോർ ഹിസ്റ്ററി ഡോട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ദെൻ അതേപോലെ നെക്സ്റ്റ് ലൈനിൽ ഹിസ്റ്റ് ഡോട്ട് കീസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റൺ ചെയ്താൽ മതി. നമ്മൾ എപ്പോക്സ് വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എപ്പോക്സിന് വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് സെല്ലിൽ പ്ലോട്ടിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഹിസ്റ്റ് കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ലോസ് കൊടുക്കുക. ദെൻ കോമ ലേബൽ ഈക്വൽസ് ട്രെയിനിങ് ലോസ്. ലേബിള് ട്രെയിനിങ് ലോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, നെക്സ്റ്റ് പ്ലോട്ട് 2 ലൈൻ വേണ്ടേ. PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ടെസ്റ്റ് കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ വാൽ അണ്ടർസ്കോർ ലോസ് കൊടുക്കുക. അതേപോലെ കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, വാലിഡേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ വാലിഡേഷൻ ലോസ്. ദെൻ ലാസ്റ്റ് എന്ത് കൊടുക്കുക, ലെജൻഡും കൂടി ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, PLT ഡോട്ട് കൊടുക്കുക, ലെജൻഡ് കൊടുക്കുക.
ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കാം. ഓക്കെ, സോ ബോക്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത് അറൗണ്ട് 87 അടുത്തായിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് പ്ലോട്ടും കൂടി, ഇതിപ്പോൾ നമ്മൾ ലോസ് വെച്ചിട്ടല്ലേ വിഷ്വലൈസേഷൻ ചെയ്തത്, അതിൻ്റെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്യുറസി വെച്ചിട്ടുള്ള പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് പ്ലോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഹിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ആക്യുറസി കൊടുക്കുക. ദെൻ കോമ ലേബിളും കൂടി ആഡ് ഓൺ ചെയ്യാം. ലേബിൾ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ട്രെയിനിങ് ആക്യുറസി കൊടുക്കുന്നുണ്ട്. അതേപോലെ PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ഇത് കൊടുക്കുക ഹിസ്റ്റ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക വാൽ അണ്ടർസ്കോർ ആക്യുറസി കൊടുക്കുക. ദെൻ കോമ ലേബിൾ ഈക്വൽസ് കോട്ട്സിൻ്റെ ഉള്ളിൽ വാലിഡേഷൻ ആക്യുറസി. കൊടുക്കുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, PLT ഡോട്ട് ലെജൻഡ് കൊടുക്കുക. PLT ഡോട്ട് ലെജൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. സോ 18 എപ്പോക്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത് 88 ആയിട്ടുണ്ട്. അതേപോലെ ലോസ് എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്, 0.3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്യുറസി എന്ന് പറയുന്നത് ഒരു 22 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 25 ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത് 90 അടുത്ത് വരും. ഓക്കെ, സോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് എപ്പോക്സ് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള നല്ല സ്കോർ കിട്ടുന്ന മോഡൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റൺ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഡിക്ഷണറി കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ പ്ലോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ സെക്കൻഡിൻ്റെയും പ്ലോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് ഒരേപോലെ വരുന്നതാണ്, നല്ലൊരു മോഡലാണെന്ന് പറയാം കേട്ടോ. നമുക്കിതിനൊന്നും കൂടി റണ്ണോട് കൊടുത്ത് നോക്കാം. ബിക്കോസ് നമ്മൾ എപ്പോക്സിനെ കുറേ പ്രാവശ്യം റൺ ചെയ്തതല്ലേ, സോ അത് നമ്മളെ ഡാറ്റേനെ റിഫ്ലക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലിനെ കാണാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിഡിക്ഷൻ ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ് ആവട്ടെ, നമുക്ക് പ്രിഡിക്ഷൻ്റെ കുറേയും കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പൈ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. സോ അത് ചെക്ക് ചെയ്യാം. ഏറ്റവും ടോപ്പിക്ക് പോവാ, ഇല്ല, നമ്പൈ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ലൈനിൽ ഇമ്പോർട്ട് നമ്പൈ ആസ് NP കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം എപ്പോക്സ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതൊന്ന് റൺ ചെയ്യാം കേട്ടോ. ദെൻ നമ്മളൊരു ഫംഗ്ഷൻ രൂപത്തിലാണ് കേട്ടോ പ്രിഡിക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഡെഫ് എന്ത് കൊടുക്കുന്നുണ്ട്, പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് ആണ് പാസ് ചെയ്യുന്നത്. ദെൻ ഇൻഡെക്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, ഉള്ളിൽ PLT ഡോട്ട് IM ഷോ കൊടുക്കുന്നുണ്ട്. IM ഷോ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ് കൊടുക്കുക. ദെൻ അതേപോലെ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പ്രഡിക്റ്റഡ് ഇമേജ് വേണ്ടേ. സോ പ്രെഡ് അണ്ടർസ്കോർ ഇമേജ് ഈക്വൽസ് എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ് കൊടുക്കുക. ഡോട്ട് റീഷേപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് 1,28,1 കൊടുക്കുന്നുണ്ട് റീഷേപ്പ് ചെയ്യുമ്പോൾ. ദെൻ ആ ഒരു സിംഗിൾ ഇമേജ് മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ റീഷേപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പ്രെഡ് അണ്ടർസ്കോർ പ്രോബ് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, പ്രെഡ് അണ്ടർസ്കോർ ഇമേജ്, ആ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇമേജ് നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്, ഇമേജ് GE. ഓക്കെ, സോ അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അതിൻ്റെ ക്ലാസ്സും കൂടി വേണം. ഏത് ക്ലാസ്സിലാണ് പെടുന്നതെന്ന് അറിയണ്ടേ. സോ പ്രെഡ് അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, ക്ലാസ് ഈക്വൽസ് NP ഡോട്ട്
ആർഗ് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ prep അണ്ടർസ്കോർ പ്രോബ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ത്രെഡ് ഇമേജ്, ത്രെഡ് പ്രോബ്, പ്രെപ്പ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്രിന്റ് കൊടുക്കാം. ഒറിജിനൽ ക്ലാസ് നമുക്ക് പ്രിന്റ് ചെയ്യണമല്ലോ. പ്രിന്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഒറിജിനൽ ക്ലാസ് കൊടുക്കുക, കോളൻ, ദെൻ അതിന് ശേഷം കോമ, ദെൻ ക്ലാസസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വൈ ടെസ്റ്റ് ഓഫ് ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ വിഷ്വലൈസേഷൻ പറയുമ്പോൾ ഏറെക്കുറെ ഒരേപോലെ വാലിഡേഷൻ ലൂസും വാലിഡേഷൻ ആക്യുറസി ഓൾമോസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ പോലെ തന്നെ വാലിഡേഷൻ ആക്യുറസിയും ഓൾമോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ വൈ ടെസ്റ്റിൻ്റെ ഇൻഡെക്സ് ക്ലാസ്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമുക്ക് പ്രിഡിക്റ്റഡും കൂടി കൊടുക്കണ്ടേ. സോ പ്രിന്റിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, പ്രിഡിക്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, പ്രിഡിക്റ്റഡ് ക്ലാസ് കോളൻ, ദെൻ കോമ കൊടുക്കുക, ദെൻ ക്ലാസസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ത്രെഡ്_സ്കോർ ക്ലാസ് കൊടുക്കുക കേട്ടോ. ദെൻ ഇത് റൺ ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ റൺ ചെയ്തിട്ട് ആ ഒരു ഫംഗ്ഷൻ ക്വറി കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ആ ഫംഗ്ഷൻ റൺ ആവുകയുള്ളൂ. നമുക്കിനി ഫംഗ്ഷനെ കോൾ ചെയ്യാം. സോ പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 120 കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കുക. സോ NP ഇസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെല്ലിനെ റൺ ചെയ്തിട്ടുണ്ടായില്ല, അതാണ് ഇഷ്യൂ വന്നത്. ഏറ്റവും മുകളിലേക്ക് പോവുക, അത് റൺ ചെയ്യുക, ദെൻ താഴത്തേക്ക് പോവുക. ഓക്കെ, ഈ സെല്ലിനെ ഒന്നും കൂടി റൺ ചെയ്യുക. ദെൻ ദിസ് വൺ നമ്മുടെ പ്രഡിക്ഷൻ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ത്രെഡ് ആയിരുന്നു, പ്രബല്ല ത്രെഡ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു ഒറിജിനൽ ക്ലാസ് കൊടുത്തത് ടീഷർട്ട് ടോപ്പ് ആയിരുന്നു. അതിൻ്റെ പ്രിഡിക്റ്റഡ് ക്ലാസ് മോഡൽ പ്രിഡിക്റ്റ് ചെയ്തതും എന്താണ്, ടീഷർട്ട് ടോപ്പ് തന്നെയാണ് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മുടെ മോഡൽ എന്തൊക്കെയാണ് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇപ്പോൾ 40 കൊടുത്തു എന്ന് വിചാരിക്കുക, ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. ആക്ച്വലി ടീഷർട്ട് ആയിരുന്നു, കറക്റ്റ് തന്നെയാണ് അല്ലേ. ഷർട്ടായിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, ടീഷർട്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ആക്ച്വലി അതൊരു ഷർട്ടായിരുന്നു. ഇതേപോലെ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. 300 കൊടുത്ത് നോക്കാം, ദെൻ ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് പ്രിഡിക്ഷൻസ് ഓൾമോസ്റ്റ് വരുന്നുണ്ട്, ചിലതൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അത് ആ എപ്പോക്സ് കറക്റ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ വീണ്ടും റൺ ചെയ്തപ്പോൾ വന്ന എപ്പോക്സ് എങ്ങനെയായിരുന്നു, ആക്യുറസി 0.82ഉം അതേപോലെ അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് 0.47 ആയിരുന്നു. എപ്പോക്സ് കറക്റ്റ് ചെയ്താൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രിഡിക്ഷൻസ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. സോ ഇതാണ് CNN ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ക്വറീസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഞാനൊന്നും കൂടി നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇതിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ നമ്മൾ 10 ക്ലാസ്സസ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ആ 10 ക്ലാസ്സസ് ആണ് നമ്മൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെ നമ്മൾ യൂസ് ചെയ്തായിരുന്നു ഇത് PLT ഡോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, മാട്രോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനാണ് മാറ്റ്പ്ലോട്ലിബിൽ പൈപ്ലോട്ടിലുള്ള ഒരു ഫംഗ്ഷനാണ് 2D അറേസിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. കളർ കോഡഡ് ആയിട്ടുള്ള ഇമേജസ് ഉള്ള 2D അറേനെ, അല്ലെങ്കിൽ 2D അറേ എന്ന് പറഞ്ഞാൽ മെട്രിക്സ്, ഓക്കെ, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് മാട്രോ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കേട്ടോ. സോ ആ ഒരു ഹീറ്റ് മാപ്പ് പോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക, മെട്രിക് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാട്രോ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് മെട്രിക്സ് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് 2D അറേ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെട്രിക്സ് കറസ്പോണ്ടിങ് മെട്രിക്സ് നമുക്ക് കളർ കോഡിങ്, ആ കളറിന് അക്കോർഡിംഗ് ആയിട്ടുള്ള കളർ മാപ്പിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ആയിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, മാട്രോ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തത്. സോ ആ ഒരു പിക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ദെൻ അതിന് ശേഷം നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്തത്, റീഷേപ്പ് ചെയ്തിരുന്നു.
ദെൻ അതിൽ പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഏതായിരുന്നു നമ്മൾ ചെയ്തത്? ദെൻ മെഷീൻ ലേണിങ്ങിൽ ബാച്ച് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് സാമ്പിൾ പ്രോസസ്സ് ചെയ്യൂലേ, അതിലത്തെ ഒരു ഫോർവേഡിൽ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പാസിൽ മോഡലിന്റെ ഇന്റേണൽ പാരാമീറ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നേക്കാളും മുമ്പ് ഒരു ഫോർവേഡ് പാസിലും അതേപോലെ തന്നെ ഒരു ബാക്ക്വേർഡ് പാസിലും എത്ര സാമ്പിൾസ് ട്രെയിനിങ് സാമ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബാച്ച് സൈസിൽ കൊടുക്കുന്നത് കേട്ടോ. ബാച്ച് സൈസ് എന്ന് പറഞ്ഞാൽ അതാണ് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, മോഡൽ ക്രിയേഷൻ ആണ് വരുന്നത് അല്ലേ. മോഡൽ ക്രിയേഷനിൽ നമ്മൾ പുതിയതായിട്ട് യൂസ് ചെയ്തതാണ് ഇത് കൺവല്യൂഷണൽ 2D അല്ലേ. ഓക്കെ, സോ കൺവല്യൂഷണൽ 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D കൺവല്യൂഷണൽ ലെയർ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിൽ നമ്മൾ 2D കൺവല്യൂഷൻ ലെയറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഒരു ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, അതായത് കൺവല്യൂഷൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഡാറ്റയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇത് കൺവല്യൂഷൻ 2D എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൽ ഇൻപുട്ട് ഡാറ്റകൾ നമ്മൾ കൊടുക്കുന്നതായിരുന്നു ഇമേജസ്. ടിപ്പിക്കലി നമ്മൾ ഇമേജസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് കൊടുക്കുന്നത്. ദെൻ അതിൽ നമ്മൾ ലേണബിൾ ഫിൽറ്റേഴ്സ് കൊടുക്കും. ഇവിടെ നമ്മൾ ഫിൽറ്റേഴ്സ് കൊടുത്തത് ഏതായിരുന്നു, 3x3 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഫസ്റ്റത്തെ നമ്മൾ എത്രയാണ് 32 കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം ബാച്ച് സൈസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് കൊടുത്തത്, 3x3 ആണ് നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് കേർണൽ എന്നൊക്കെ പറയും. ഓക്കെ, സോ അറ്റ് എ ടൈം എത്ര പിക്സൽസ് എടുക്കണം എന്നുള്ളൊരു കൗണ്ട് ആണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൽ നിന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഇമേജ് കിട്ടുവാന്ന് വിചാരിച്ചോ, പിക്സൽ ഇമേജസ് ഫോർ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇമേജസ് എന്താണ്, ഓക്കെ കണ്ടോ. ഇതേമാതിരി ഓരോ ലെയറിലും നമ്മൾ എന്താണ് ഇമേജിന്റെ ഓരോ പോർഷൻസ് എടുക്കും. ഈ ഒരു ഇമേജ് നോക്കാം, ഉണ്ടോ, ഈ ഒരു ഇമേജിന്റെ ഓരോ പോർഷൻ ബൈ പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇൻപുട്ട് പിക്സൽസ് കൊടുത്തതിന് ശേഷം അതിൽ ഓരോ പോർഷൻ ആയിട്ട് എടുക്കും. അതിൻ്റെ ഉള്ളിലെ പോർഷനാണ് ഓരോ കൺവല്യൂഷൻ ലെയറിലും അതിൻ്റെ ഓരോ പോർഷൻസ് എടുക്കും. ദെൻ സാമ്പിളിങ്ങും മാക്സ് പൂളിങ്ങും അവിടെ നടക്കും. അങ്ങനെ അങ്ങനെ ഓരോ പോർഷനും നമ്മൾ ഈച്ച് ആൻഡ് എവറി പോർഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അത് ഏത് ഇമേജ് ആണ് ഫൈനലൈസ് ചെയ്യുന്നത് കേട്ടോ. സോ അതിൻ്റെ ഓരോ ലെയേഴ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ കാണാം, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു കോർണർ ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ, ഈ ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പിക്ചറിന്റെ ഒരു പോർഷൻ ഈ കണ്ടോ, ഈ ഒരു ചെറിയൊരു പോർഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതാണ് ഈ ഒരു സ്ക്വയർ ബോക്സിൽ വരുന്നത്. ദെൻ അതിലത്തെ ചെറിയ പോർഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ഡാറ്റ വരുന്നത് കേട്ടോ. സോ ബൈനറി വെക്ടേഴ്സ് ആയിട്ടാണ് ലാസ്റ്റ് ആ ഒരു ഇമേജിനെ കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മളിപ്പോൾ 3x3 ആയിട്ടാണ് ഇപ്പം നമ്മൾ ഒരു എന്താണ് ഒരു പോർഷൻ എടുത്തു എന്ന് വിചാരിച്ചോ, അതിൽ എന്തുണ്ടാവും, കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ ഓരോ കളറിനെയും ഓരോ ഷെയ്ഡിനെയും ഓരോ കളർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ആ ഒരു കളേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ 3x3 കൊടുക്കുമ്പോൾ 3x3 മെട്രിക്സ് വെച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ അവിടെ ഒരു ഓപ്പറേഷൻസ് നടക്കും, മെട്രിക്സിൻ്റെ ഒക്കെ എന്താണ് ഡാറ്റാസ് എടുക്കുന്നതും ചെക്ക് ചെയ്യുന്നതും. അങ്ങനെ ഓരോ പിക്ചറിൻ്റെയും ഓരോ കോർണർ തൊട്ട് ഇവിടെ നിന്ന് തൊട്ട് എൻറ്റയർ പോർഷൻസ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് ചെക്ക് ചെയ്യും. ഓക്കെ, 3x3 മെട്രിക്സ് വെച്ച് നമ്മളിപ്പോൾ ഈ ഒരു ഡാറ്റനെ നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ 3x3 മെട്രിക്സ് ഉണ്ട്, അതിന് 2x2 മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പോർഷൻ എടുക്കും, ചെക്ക് ചെയ്ത് നോക്കും. ദെൻ നെക്സ്റ്റ് ഈ ഒരു പോർഷൻ എടുക്കും, ചെക്ക് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലെയർ ഈ ഒരു പോർഷൻ എടുക്കും, ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ഈ ഒരു ലെയർ എടുക്കും, ചെക്ക് ചെയ്ത് നോക്കും. ആ ഒരു ഫോർമാറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു പിക്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ദെൻ കൺവല്യൂഷൻ 2D ലെയറിനെ കുറിച്ച് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലാക്കിയിട്ട് ഓരോ പിക്ചറിനെയും ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ സെല്ലിലും ഓരോ നമ്പേഴ്സ് ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അത്രയും മനസ്സിലാക്കി വെക്കുക, ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. താങ്ക് യു.